ഹലോ ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേൾഡിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. ഞാൻ മുജീബ്, ഗൾഫിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ പ്രായം 37. ഞാൻ മൊഴി ചൊല്ലി ഇപ്പോൾ അവിവാഹിതനായി നിൽക്കുകയാണ്. മൊഴി ചൊല്ലാൻ കാരണം എൻ്റെ അനുജനാണ്. അവനും എൻ്റെ ഭാര്യയും തമ്മിലുണ്ടായിരുന്ന ബന്ധം ഒരു സുഹൃത്തു മുഖേനയാണ് ഞാൻ അറിഞ്ഞത്. ഞാനിവിടെ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അവിടെ അവൻ അവളെയും കൊണ്ട് സുഖിക്കുകയായിരുന്നു. എൻ്റെ ഭാര്യയോട് എനിക്ക് ഇക്കാര്യത്തിൽ ഒരു വിരോധവും തോന്നിയില്ല. നാട്ടിൽ നിന്ന് കൊഴുത്ത് അവൾ ആ കിട്ടിയ അവസരം ഉപയോഗിച്ചു. പക്ഷേ അവളുടെ കൂടെയുള്ള ജീവിതം വേണ്ടെന്ന് മാത്രം ഞാൻ അങ്ങ് വെച്ചു. മൊഴി ചൊല്ലാനുള്ള കാരണം ഞാൻ അനുജനോടോ വീട്ടുകാരോടോ പറഞ്ഞില്ല. ഒരു കള്ളക്കഥ ഉണ്ടാക്കി അവളെ ഞാൻ ഒഴിവാക്കി. അനുജനോട് ഞാൻ യാതൊരു വിരോധവും കാണിച്ചില്ല എന്ന് മാത്രമല്ല, അവനെ ഞാൻ പഴയതിനേക്കാൾ അധികം സ്നേഹിക്കുന്നതായി നടിക്കുകയും ചെയ്തു. മറന്നു, അനുജന്റെ പേര് ഫൈസൽ. അങ്ങനെ 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അനുജനും ഗൾഫിലെത്തി. വേറെ കമ്പനിയിലാണ് അവന് ജോലി. ഞങ്ങളുടെ ഉപ്പയും ഗൾഫിൽ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തല്ല എന്ന് മാത്രം. മറ്റൊരു രാജ്യത്താണ് പുള്ളി. വീട്ടിൽ ഉമ്മ മാത്രമായി. അനുജൻ കൂടി വന്നതോടെ. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ ഉപ്പയുടെ ഏതോ സുഹൃത്തിന്റെ മകളുടെ ആലോചന വന്ന് അവന്റെ നിക്കാഹിന്റെ കാര്യങ്ങൾ തീരുമാനമായി. അവൻ ഒരു ദിവസം എന്നെ കാണാൻ എൻ്റെ മുറിയിലെത്തി. ഇക്ക, പെണ്ണിന്റെ ഫോട്ടോ കിട്ടി. ഇക്കയെ അതൊന്ന് കാണിക്കാൻ വന്നതാ. അവൻ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്നും ഒരു കവറെടുത്ത് എനിക്ക് നൽകി. ഞാൻ തുറന്നു നോക്കി. ജീവിതത്തിൽ എനിക്ക് ഞെട്ടൽ, അസൂയ എന്നിവ വളരെ ചുരുക്കമായി മാത്രമേ ഉണ്ടാകാറുള്ളൂ. അവന്റെ പെണ്ണിന്റെ ഫോട്ടോ കണ്ടപ്പോൾ ഇത് രണ്ടും എന്നിൽ വലിയ അളവിൽ തന്നെ ഉണ്ടായി. നല്ല ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ. കൊള്ളാമോ ഇക്ക? അവൻ ചോദിച്ചു. എന്നെ കൊതിപ്പിക്കാനെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഞാൻ അത് അറിഞ്ഞ ഭാവം കാണിച്ചില്ല. കൊള്ളാം, നിനക്ക് ചേരും. പേരെന്താ ഇവളുടെ? വയസ്സ്? ഞാൻ ചോദിച്ചു. പേര് സാദിയ. വയസ്സ് 16 കഴിഞ്ഞു എന്നാണ് ഉപ്പ പറഞ്ഞത്. അവൻ തല ചൊറിഞ്ഞു. ഇപ്പോഴും ഇത്ര ചെറുപ്പത്തിൽ തന്നെ പെൺകുട്ടികളെ നിക്കാഹ് ചെയ്യിക്കുന്ന പരിപാടിയുണ്ടോ? പെണ്ണിനെ കണ്ടാൽ നല്ല വളർച്ചയുണ്ടെന്നാ ഉപ്പ പറഞ്ഞത്. നിക്കാഹിന്റെ റെക്കോർഡിൽ പ്രായം കൂട്ടിക്കാണിക്കാൻ എന്തോ ചെയ്തിട്ടുണ്ടത്രേ. അവർക്ക് വേഗം നിക്കാഹ് നടത്തണം, അവൻ പറഞ്ഞു. എങ്കിൽ പെണ്ണ് വേലി ചാടുമെന്ന പേടി കൊണ്ടാകും, ഞാൻ മനസ്സിൽ പറഞ്ഞു. പക്ഷേ പുറമെ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്നാൽ കുഴപ്പമില്ല. പിന്നെ എന്നത്തേക്ക് നടത്താനാണ് അവരുടെ പരിപാടി? പറ്റിയാൽ ഉടൻ തന്നെ. പെണ്ണൊരു സുന്ദരി ആയതുകൊണ്ട് ഞാൻ ഇന്നും തയ്യാറാ, അവളുടെ ശരീരം കടിച്ചു വലിക്കാനുള്ള ആർത്തിയോടെ അവൻ പറഞ്ഞു. എനിക്ക് അവനോട് തോന്നിയ അസൂയക്ക് കണക്കില്ലായിരുന്നു. എന്തായാലും അവന്റെ നിക്കാഹ് അടുത്ത മാസം തന്നെ നടന്നു. അസൂയയും പകയും കാരണം ഞാൻ പോയില്ല. എനിക്ക് അവധി കിട്ടിയില്ല എന്നും ഞാൻ കള്ളം പറഞ്ഞു. ഞാൻ ചെന്നില്ലെങ്കിലും അവനൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു. അവൻ ഹണിമൂൺ ആഘോഷമാക്കി നാട്ടിൽ 2 മാസം ചിലവഴിച്ചു. എന്നും ഫേസ്ബുക്കിൽ അവൻ അവളുടെയും അവന്റെയും ഫോട്ടോകൾ ഇടും. ലേക്കുകളുടെ ഘോഷയാത്രയാണ്. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം നാട്ടുകാരെ കാണിച്ച് ലൈക്ക് വാങ്ങി ആസ്വദിക്കുകയാണ്. അസൂയയോടെ ഞാൻ പറഞ്ഞു. അങ്ങനെ അവധിയൊക്കെ തീർന്ന് അവനെത്തി. എന്നെ കാണാൻ വന്നപ്പോൾ ഒരു പെൻഡ്രൈവിൽ അവൻ നിക്കാഹിന്റെയും വേറെ ചില ഫോട്ടോകളും എനിക്ക് കാണാൻ തന്നു. പെണ്ണിന്റെ ഓരോ ഫോട്ടോകളും എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ വാളിക്കത്തിച്ചു. അങ്ങനെ 4-5 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വാർഷിക അവധി എത്തി. ഞാൻ നാട്ടിൽ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവന്റെ മുഖത്ത് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷിച്ചു. അങ്ങനെ ഞാൻ നാട്ടിലെത്തി. വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മ മാത്രമേ ഉള്ളൂ അവിടെ. സാദിയയെ കാണാൻ ആക്രാന്തമെടുത്ത് ചെന്ന് ഞാൻ അവിടെ എല്ലാം നോക്കിയെങ്കിലും അവളെ കാണാൻ പറ്റിയില്ല. ഉമ്മയോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഞാൻ അവസാനം അവൾ എവിടെയെന്ന് ചോദിച്ചു. ഓളുടെ വീട്ടിലോട്ട് പോയതാ, സന്ധ്യക്ക് വരും. ആവോ, ഞാൻ ആശ്വാസത്തോടെ മനസ്സിൽ പറഞ്ഞു. ഇനി ഞാൻ വരുന്നത് കൊണ്ട് എൻ്റെ പരനാറിയ അനുജൻ അവളെ ഇവിടെ നിന്നും സംശയത്തിന്റെ പേരിൽ മാറ്റോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ സാദിയ എത്തി. അവളെ കണ്ടതും എൻ്റെ മാനസികാവസ്ഥ ആകെ അവതാളത്തിലായി. മുൻചെത്തി എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ഹൂറിയായിരുന്നു സാദിയ. എന്ത് ഭംഗിയാണ് അവളെ കാണാൻ. 5.5 അടി ഉയരം, മെലിഞ്ഞ ശരീരം, തുടുത്ത ഓവൽ ആകൃതിയുള്ള മുഖത്ത് പിടിക്കുന്ന കണ്ണുകൾ. അങ്ങനെ ഞാൻ അവളോട് ചോദിച്ചു, അറിയുമോ? അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. പിന്നെ ഉള്ളിലേക്ക് കയറി. ഉമ്മ കാണാതെ എൻ്റെ കണ്ണുകൾ അവളുടെ പിന്നാലെ ചെന്നു. ചുരിദാറിന്റെ ഉള്ളിൽ നന്നായി തെന്നി കളിക്കുന്ന സാധനങ്ങളായിരുന്നു. അങ്ങനെ
ഗൾഫിൽ നിന്നും വന്നതിന്റെ തിരക്ക് ഒഴിയാൻ ഒരാഴ്ച എടുത്തു. പലരും തന്നുവിട്ട സാധനങ്ങൾ എത്തിക്കാനും ബന്ധു ബന്ധു സന്ദർശനവും ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയ ദിവസം രാത്രി അത്താഴം കഴിഞ്ഞ് ഉമ്മയും ഞാനും കൂടി പലതും സംസാരിച്ചിരിക്കുകയാണ്. എന്നോട് വേറൊരു നിക്കാഹ് കഴിക്കാൻ ഉമ്മ പറഞ്ഞു. അത് ആലോചിക്കാമെന്ന് ഞാൻ ഉമ്മയോട് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ സാദിയ മാത്രമായിരുന്നു. അവളെ എനിക്ക് അനുഭവിക്കണം. പെണ്ണെന്ന് പറഞ്ഞാൽ അവളാണ്. തേൻവരിക്ക. അവളെ അടിമുടി എനിക്ക് അനുഭവിക്കണം. 3 ബെഡ്റൂമുകളുള്ള വീട്ടിൽ ഞങ്ങൾ മൂവരും 3 മുറികളിലാണ് ഉറക്കം. മുകളിലും ഒരു മുറി ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാതെ ഇട്ടിരിക്കുകയാണ്. ഉറക്കം വന്നു തുടങ്ങിയപ്പോൾ ഉമ്മ കൂട്ടുവായിട്ട് എഴുന്നേറ്റ് പോയി. ഞാനും കതകടച്ചിട്ട് സാദിയ മുറിയിലുണ്ടോ എന്ന് പാളി നോക്കിയ ശേഷം മുറിയിലേക്ക് കയറി. പെണ്ണധികം സംസാരിക്കുന്ന പ്രകൃതമല്ലാത്തതിനാൽ അവളോട് കൂടുതൽ അടുക്കാൻ എനിക്ക് ഇതുവരെ സാധിച്ചിരുന്നില്ല. പക്ഷേ എല്ലാത്തിനും വഴി എൻ്റെ അനുജൻ തന്നെ ഉണ്ടാക്കിയിരുന്നു എന്ന് അല്പം കഴിഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഷർട്ട് ഊരി ഉറങ്ങാൻ കിടന്ന ഞാൻ സാദിയയെ എങ്ങനെ ലൈനാക്കും എന്നുള്ള ചിന്തയിലായിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്യാതെ കർട്ടൻ നീക്കിയിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ട് കിടക്കുമ്പോൾ വാതിലിൽ ഒരു മുട്ട് കേട്ടു. ഇക്ക കിടന്നോ? പുറത്തു നിന്നും സാദിയയുടെ തേൻമൊഴി. എൻ്റെ ദേഹം കുളിരണിഞ്ഞു. എന്തിനാണ് അവൾ എന്നെ തിരക്കുന്നത്? ഉമ്മ കിടന്നു കാണുമോ? പലതും ആലോചിക്കുകയാണ് ഞാൻ എഴുന്നേറ്റിരുന്നു. ഇല്ല. എന്താ മോളെ? ഫൈസലിക്ക തന്നുവിട്ട പുതിയ മൊബൈൽ ഫോണാണ്. എനിക്ക് പറ്റുന്നില്ല. ഇക്ക എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അവൾ പുറത്തു നിന്ന് ചോദിച്ചു. പിന്നെന്താ, ഇങ്ങ് വാ. അയ്യോ വേണ്ട, ഉമ്മ കണ്ടാൽ. ഇക്ക എൻ്റെ മുറിയിൽ വരാമോ? ശരി, നീ പൊയ്ക്കോ. എൻ്റെ മനസ്സിലെ സന്തോഷത്തിന്റെ അളവ് പറയാൻ പറ്റിയ ഒരു അക്കമോ വാക്കോ ഇല്ലായിരുന്നു. ഞാൻ വേഗം എഴുന്നേറ്റ് ചെന്ന് മുഖവും വാലും കഴുകി ഒരു ബോഡി സ്പ്രേ എടുത്ത് പൂശി മിനുങ്ങി വെളിയിലിറങ്ങി. ഉമ്മയുടെ മുറിയിൽ ലൈറ്റില്ല. ഉറങ്ങിയിരിക്കുന്നു. ഉമ്മയ്ക്ക് ഉറക്കം വന്നാൽ മാത്രമേ കിടക്കാൻ കയറൂ. കിടന്നാൽ ഉടൻ ഉറങ്ങുകയും ചെയ്യും. സാദിയയെ എങ്ങനെ എൻ്റെ കിടപ്പറയിൽ എത്തിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന എനിക്ക് അവളുടെ ഭർത്താവ് തന്നെ സഹായിയായി മാറിയത് കാലത്തിന്റെ നീതിയെന്നോ വികൃതിയെന്നോ മാത്രമേ പറയാൻ പറ്റൂ. പെണ്ണ് കൗമാരപ്രായമാണെങ്കിലും ശരീരം MBAക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ വിവാഹമോചനത്തിന് കാരണക്കാരനായ അനുജന് ഞാൻ അന്നേ നൽകാനായി മനസ്സിൽ കരുതിയ സമ്മാനമാണ് ഇന്ന് അവളിലൂടെ ഒത്താൽ ഞാൻ നൽകാൻ പോകുന്നത് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളുടെ മുറിയിലേക്ക് ചെന്നു. എൻ്റെ ഒന്നാമത്തെ നെട്ട് അവളുടെ ദേഷ്യത്തിൽ നിന്നും തുടങ്ങി. പൊതുവെ പുറത്ത് അടിമുടി മാറ്റിയ നൈറ്റിയും തലയിൽ മൂടിക്കെട്ടിയ തട്ടവും അതല്ലെങ്കിൽ അയഞ്ഞ ചുരിദാർ ഇട്ടും മൂടി നടക്കുകയും ചെയ്തിരുന്ന സാദിയ പക്ഷേ ബെഡ്റൂമിൽ ധരിച്ചിരുന്നത് കൈയില്ലാത്ത ഒരു ടൈറ്റ് ചുരിദാറായിരുന്നു. ചുരിദാറിന്റെ നിറം കറുപ്പ്, അവളുടെ നിറം വെണ്ണ. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല. എന്തേ ഫോണിന്? ഞാൻ എൻ്റെ ആക്രാന്തം അവളെ കാണിക്കാതെ സാധാരണ മട്ടിൽ ചോദിച്ചു. ഇന്നാ. അവൾ പുതിയ ഫോണ് എൻ്റെ നേരെ നീട്ടി. മനോഹരങ്ങളായ വിരലുകൾ. ഞാൻ ഫോൺ വാങ്ങി നോക്കി. എന്താ പ്രശ്നം? അവളെ നോക്കി ഞാൻ ചോദിച്ചു. ഇതിന്റെ സെറ്റിങ്സ് ഒന്നും എനിക്കറിയില്ല. എല്ലാം ഒന്ന് പറഞ്ഞു തരുമോ? ഐഫോൺ അല്ലേ, കുറച്ച് കൂടിയ സാധനമാ. ഭാര്യക്ക് നല്ലതിരിക്കട്ടെ എന്ന് കരുതി മേടിച്ചെന്നതല്ലേ. അവൻ സാദിയെ ചിരിച്ചു. സാദിയോട് ചോദിക്കാൻ മറന്നു, സത്യത്തിൽ എത്ര വയസ്സുണ്ട്? എന്നെ കണ്ടാൽ എത്ര തോന്നിക്കും? ഒരു 25. അയ്യോ, എനിക്ക് 25 ഒന്നുമല്ല, ഒരു 17 വയസ്സ്, അത്രയേ ഉള്ളൂ. ആ, എന്നാൽ നാളെ ഒരു വക്കീലിനെ കണ്ടിട്ട് തന്നെ കാര്യം. പ്രായപൂർത്തിയാകാതെയാണ് കല്യാണം കഴിച്ചതല്ലേ? അയ്യോ, അപ്പോൾ ഫൈസലിക്കയും കുടുങ്ങില്ലേ? കുടുങ്ങട്ടെ. അനുജനോട് ഒരു സ്നേഹമില്ല അല്ലേ? അനുജനോടുള്ളതിനേക്കാൾ അനുജത്തിയോടാണ് സ്നേഹം. പക്ഷേ തിരിച്ചും അതൊക്കെ വേണ്ടേ? ഞാൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. തിരിച്ച് എന്ത്? സ്നേഹം ഉണ്ടല്ലോ. ഉണ്ടോ? ആർക്കറിയാം. എന്ത് പറഞ്ഞാലാ ഇക്ക വിശ്വസിക്കുക? പറഞ്ഞാൽ പോരാ, ചെയ്യണം. സ്നേഹമുണ്ടെന്ന് തെളിയിക്കണമെന്ന്. എങ്ങനെയെന്ന് പറ. കൊച്ചു കുഞ്ഞിനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവളുടെ മുഖം തുടുക്കുന്നത് ഞാൻ കണ്ടു. അറിയില്ലേ, ഉമ്മ കൊടുക്കും. ഉമ്മ? ഞാൻ ഉമ്മ വയ്ക്കുന്നത് കാണിച്ചു. അയ്യടാ, ഞാൻ ഇയാളുടെ അനിയന്റെ ഭാര്യയാ, നാണത്തോടെ അവൾ പറഞ്ഞു. ഭാര്യ ഉമ്മ വെക്കരുത് എന്ന് കിതാബിൽ പറഞ്ഞിട്ടുണ്ടോ? ഉമ്മ വെക്കാം, പക്ഷേ ഭർത്താവിനെ മാത്രം. കണ്ടോ, അപ്പോ സ്നേഹമില്ലല്ലോ. ഓ, എന്നെ ഫോണിന്റെ സെറ്റിങ്സ് പഠിപ്പിക്കേ. അവൾ ചിണുങ്ങി. ആ, എന്ത് ചെയ്യാം, സ്നേഹമില്ലാത്ത പെണ്ണ്. ഞാൻ മെല്ലെ കസേരയിൽ ഇരുന്ന് ഫോൺ ഓണാക്കി. സാദിയ മെല്ലെ എൻ്റെ അടുത്ത് വന്നു നിന്നു. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളവർ കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.